സദ്യക്കുള്ള ഇൻസ്റ്റന്റ് മാങ്ങ അച്ചാറാണ് നമ്മൾ ഇന്നിപ്പോൾ ചെയ്യുന്നത്. അതിനായിട്ട് നമ്മൾ 4 മാങ്ങയും 4 പച്ചമുളകും കൂടി എടുത്തിട്ടുണ്ട്. പച്ചമുളക് നിങ്ങൾക്ക് 5ഓ 6ഓ എടുക്കാം. ഇനി ഇതിനെ നമുക്ക് നല്ലപോലെ അരിഞ്ഞെടുത്തിട്ട് വരാം. നമ്മളിപ്പോൾ മാങ്ങയും പച്ചമുളകും ഈ ഒരു അളവിന് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. നല്ല ചെറുതായിട്ടാണ് അരിഞ്ഞു വെച്ചിരിക്കുന്നത്. അപ്പം രണ്ടും അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മാങ്ങയും പച്ചമുളകിനെയും ഒരു പാത്രത്തിലേക്ക് തട്ടിക്കൊടുക്കാം. നമ്മൾ അച്ചാറിനുള്ള സാധനങ്ങൾ എടുക്കുമ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് വെള്ളം ഒരിക്കലും പാടില്ല, ഈർപ്പം ഉണ്ടാവാൻ പാടില്ല, എങ്കിൽ അച്ചാർ ചീത്തയാവും. അത് ആ പാത്രത്തിലും വെള്ളം കാണാൻ പാടില്ല. ഇപ്പൊ ഈ മാങ്ങയിലോ പച്ചമുളകിലോ ഒന്നും ഈർപ്പം കാണാൻ പാടില്ല. നമുക്കിനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള അത്രയും ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് കൈകൊണ്ട് തന്നെ നല്ലപോലെ ഞെരടി കൊടുക്കണം. ഇനി ഇതിനെ നമുക്ക് കുറച്ച് സമയം മാറ്റി വെച്ചേക്കാം. നമ്മൾ മാറ്റി വെച്ചിരുന്ന മാങ്ങ 1 മണിക്കൂർ നമ്മൾ വച്ചു. ആ ഒരു സമയത്ത് നമ്മൾ വെള്ളം ഒന്നും അതിൽ ചേർത്തിട്ടില്ലായിരുന്നു. പക്ഷേ 1 മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും അതിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വരെയാണ്, കണ്ടോ ഇങ്ങനെ. ഇനി നമുക്ക് ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ നല്ലെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. അച്ചാറിന് എപ്പോഴും നല്ലെണ്ണ യൂസ് ചെയ്യുന്നതാണ് നല്ലത്. നമ്മളിപ്പോൾ 2 ടേബിൾ സ്പൂൺ നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുത്തത്. ഇനി ഇതിനാവശ്യമായിട്ടുള്ള അത്രയും കടുക് ചേർത്ത് കൊടുക്കാം. കടുകെല്ലാം പൊട്ടിക്കഴിയുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് ഒരു 3-4 വറ്റൽമുളകും കൂടി ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്ത് വഴറ്റിയെടുക്കണം. ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. നമ്മളിപ്പോൾ 4 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ്. ഒരു സമയം നമ്മൾ തീ നല്ലപോലെ കുറച്ചിടുകയോ ഓഫ് ചെയ്തിടുകയോ ചെയ്യണം, ഇല്ലെങ്കിൽ പൊടികളെല്ലാം കരിഞ്ഞു പിടിക്കാൻ ചാൻസ് ഉണ്ട്. ഇനി ഇതിന്റെ പച്ചമണം മാറ്റിയെടുക്കണം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഉലുവാപ്പൊടിയും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിന്റെ പച്ചമണമൊക്കെ മാറി ഈ ഒരു സമയം നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ നല്ലെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം. നമ്മൾ മുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുത്ത സമയത്ത് തന്നെ തീ ഓഫ് ചെയ്ത് കൊടുത്തായിരുന്നേ. ഈ ഒരു സമയം നമുക്കിതിലേക്ക് മാറ്റി വെച്ചിരുന്ന മാങ്ങ ചേർത്ത് കൊടുക്കാം. ഇനി നല്ലപോലെ ഇത് മിക്സ് ചെയ്ത് കൊടുക്കണം. കൂട്ടുമായിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ മുളക് പൊടിയൊക്കെ ചേർത്ത സമയത്ത് തന്നെ തീ ഓഫ് ചെയ്ത് കൊടുത്തായിരുന്നു. അതിനുശേഷം തീ കത്തിച്ചിട്ടില്ല. അതുപോലെ തന്നെ നമ്മളിതിൽ വെള്ളം ഒന്നും ഒഴിച്ചിട്ടില്ലായിരുന്നു. പക്ഷേ ഇനി ഇതിൽ നിന്ന് കുറച്ച് വെള്ളം ഊറി വരും. അപ്പം നമ്മൾ തീ ഓഫ് ചെയ്ത് കൊടുത്തില്ലെങ്കിൽ നമ്മുടെ മാങ്ങ ഇരുന്ന് വെന്തു പോവും. ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഇൻസ്റ്റന്റ് മാങ്ങ കറി റെഡി. വീട്ടിലുള്ളവരെല്ലാവരും സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണേ. താങ്ക് യു.